ഹലോ ഇറ്റ്സ് മീ തഫ്സീറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ഫോട്ടോ ഫ്രെയിം വർക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എഡിറ്റിങ്ങും ഫ്രെയിം വർക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഈ ഫ്രെയിം വർക്കിനും അതുപോലെ സേവ് ദ ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്ലാങ്ക് പേജാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പേജ് വരും. അതിൻ്റെ താഴെ നമുക്ക് ഗാലറി, ടെക്സ്റ്റ് അങ്ങനെ പല ഓപ്ഷനും ഉണ്ടാവും കേട്ടോ. ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഈ ഒരു പേജിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിക്സാർട്ടിലാണ് ഞാൻ ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ആദ്യമൊക്കെ പിക്സാർട്ടിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് പറ്റുമായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് ആയിട്ടാണ്, കറുപ്പ് നിറത്തിലാണ് കാണുക. അപ്പോൾ ഒന്നും കാണൂല. അപ്പോൾ വെറുതെ സ്ക്രീൻ റെക്കോർഡ് ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഫ്ലവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ അതുപോലെ ഫ്രെയിം വർക്കിനും സേവ് ദ ഡേറ്റിനൊക്കെ ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ സ്റ്റിക്കേഴ്സ്, ഫ്ലവേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാറ് കേട്ടോ. അപ്പോൾ പിൻട്രസ്റ്റ് ഓക്കെ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്, പക്ഷെ എന്നാലും ഈ വീഡിയോ ചിലപ്പോൾ പുതുതായി ഒരാളിങ്ങനെ കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ പഴയ വീഡിയോയിലൊക്കെ പറയുന്നത് പിന്നെയും പറയുന്നത്. അപ്പോൾ പിന്നെ കുറേ കമൻസുകൾ വരാറുണ്ട്. നമ്മൾ പറഞ്ഞത് തന്നെ പിന്നെ റീപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പിന്നീടും പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലവറിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുണ്ടാവും, കണ്ടില്ല താഴെ ഡ്യൂപ്ലിക്കേറ്റ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഒന്നും കൂടെ നമുക്ക് കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഈ രണ്ട് സൈഡിലാണ് വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഈ ഫ്ലവറും പറ്റിയില്ല. പിന്നെ ഈ ഒരു ഫ്രെയിമിലോട്ട് ഈ ഫ്ലവർ വെക്കണ്ടെന്നൊക്കെ അങ്ങനെ കരുതുന്നുണ്ട്. പക്ഷേ ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാം വെക്കണോ വെക്കണ്ടേ എന്നുള്ളത്. ഏതായാലും അവിടെ കിടക്കട്ടെ. പിന്നെ ഇതിൻ്റെ താഴെ ടെക്സ്റ്റ് എന്ന് കണ്ടല്ലോ. അപ്പോൾ ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് എന്തെങ്കിലും കോഡ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ വലുതാക്കിയിട്ട് UR എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓരോ താഴെയായിട്ട്, താഴെയല്ല നേരെയായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ യു ആർ അമേസിങ്, യു ആർ ഇമ്പോർട്ടൻറ്റ് അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ UR എന്ന് വലുതാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ചെറുതാക്കണം. അപ്പോൾ നിങ്ങൾക്ക് വഴി മനസ്സിലാവും ഞാൻ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പം ഇങ്ങനെ വിളവിളാന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ എഴുതിയതിൽ. അതിലപ്പോൾ നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പല ഫോണ്ടുകളും നല്ല ഭംഗിയുള്ള ഫോണ്ടുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് എനിക്ക് ഓർഡർ കിട്ടിയതല്ല കേട്ടോ ഈ ഫ്രെയിം. ഇത് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിഷാന എന്ന് പറഞ്ഞിട്ടുള്ള, നിഷാന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഷീ ക്രിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പലർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിഷാനയും റംഷാസറും ആണ്. അപ്പോൾ കോഴിക്കോട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് 3 വർഷമായി ഞാൻ ആ ഒരു ഷീ ക്രിയേറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ആഡായിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് അതിൽ ഒരാളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിഷാനയും റംഷാസറിനും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഞാൻ പോയപ്പോൾ റംഷാസറിനും നിഷാനക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ആദ്യം ഇത് നിഷാനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. റംഷാസറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ്, അതായത് ഫ്രെയിം വർക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എനിക്ക് ഇതിലേക്ക് ആ ഒരു ഫ്ലവർ വന്നത് എനിക്ക് പറ്റില്ല. ഈ കോഡ്സും പിന്നെ അതുപോലെ ഇത് ഞാനൊരു ഒരു സൂപ്പർ ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഇതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോഡ്സിലോട്ടും ഈ ഒരു ഫ്രെയിമിലോട്ടും ഈ ഫ്ലവർ ഒരു ഭംഗിയില്ലാന്ന് എനിക്ക് തോന്നുക. പലർക്കും പല ചിന്താഗതിയായിരിക്കും, പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്തായാലും ആ ഫ്ലവർ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴവിടെ കിടക്കട്ടെ. അപ്പോൾ യുണീക്ക്, അമേസിങ്, ഇമ്പോർട്ടൻറ്റ്, സ്പെഷ്യൽ, പ്രീഷ്യസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ ആദ്യം UR എന്ന് വലുതാക്കി കൊടുത്തു, മറ്റൊക്കെ ചെറുതായിട്ട് താഴേക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷീ ക്രിയേറ്റ്സിൻ്റെ ഒരുപാട് മീറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അതിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പിക്ക് ഇവിടെ നാട്ടിലുണ്ടായതുകൊണ്ട് എനിക്കത് കോഴിക്കോടൊക്കെ ചെന്ന് അവരൊക്കെ കാണാൻ പറ്റി. എക്സ്പോയിൽ പങ്കെടുക്കാമെന്ന് അതിനേക്കാളും എനിക്ക് ത്രില്ല് അവരൊക്കെ കാണാമെന്നുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഞാൻ ഫ്ലവർ ഒഴിവാക്കിയിട്ട് ഇത്രയും ഞാൻ ആഡ് ആക്കിയിട്ടുള്ളൂ. അത് ഞാൻ സേവ് ആക്കിയിട്ടുണ്ട്. മുകളിൽ താഴേക്ക് കാണുന്ന ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ
അത് സേവ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തതാണ് 300 GSM തിക്നെസ് ഉള്ളൊരു പേപ്പറിലാണ് ഞാൻ ഇത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. തിക്നെസ് കുറഞ്ഞതും കൂടിയതും അവിടെ ഉണ്ടാവലുണ്ട്. നമുക്ക് ഏത് പേപ്പറിലാണ് ചെയ്യേണ്ടത് വെച്ചാൽ അവർ അതിൽ ചെയ്ത് തരും. പിന്നെ ഇതാണ് കേട്ടോ ഗ്ലാസ്, ഫ്രെയിമിൻ്റെ ഗ്ലാസ് ഭയങ്കരമായിട്ട് ചളി പിടിച്ച് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ഫ്രെയിമുകൾ മേടിച്ചിട്ട് ഇത്ര ചളി പിടിച്ചൊരു ഗ്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഒരുപാട് ക്ലീൻ ചെയ്യാൻ ആദ്യമേ നിന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ കുറച്ചൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഇക്കയാണ് കേട്ടോ എനിക്ക് ഫുള്ളായി ഫിനിഷ് ആക്കി തന്നത്. ഞങ്ങൾ ലേറ്റായിട്ടാണ് അന്ന് കിടന്നത്. ഞാൻ പോകുന്നതിൻ്റെ തലേന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ് കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് തിളങ്ങുന്നത്. പഴയ ഗ്ലാസ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഇക്ക നന്നായിട്ട് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ഫ്രെയിമാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. എനിക്ക് ഭയങ്കര ടെൻഷനായി, കാരണം ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഒരു ഭംഗിയിൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ A4-ൽ ഈ ഒരു ബ്ലാക്ക് ഫ്രെയിമാണ് വന്നത്, മറ്റേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനായി, കാരണം എനിക്ക് വൈറ്റ് ഫ്രെയിമിനോടാണ് ഇഷ്ടം. ഓക്കെ, പിന്നെ ഞാനിത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ നമ്മൾ A4-ൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്രെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ബോർഡും വെച്ച് കൊടുക്കുക, ക്ലിപ്പ് താഴ്ത്തി കൊടുക്കുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്ക് എന്തോ ഒരു പോലെ, എന്നാലും കുഴപ്പമില്ല. ബ്ലാക്ക് സാരിയാണ് നിഷാൻ ഇട്ടിട്ടുള്ളത്, അപ്പോൾ അതിനോട് മാച്ചായി അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു, അങ്ങനെയൊക്കെ കരുതി സംതൃപ്തിയാക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്തതാണ്. രാവിലെയാണ് പാക്ക് ചെയ്തത്, രാത്രി പാക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ലേറ്റായിട്ട് അങ്ങനെയൊക്കെ കിടന്നു. അപ്പോൾ കോഴിക്കോട് ചെന്ന് നിഷാനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ റംഷാദ് സാറിനും കൊടുത്തു. അത് ഇൻഷാ അല്ലാ നാളെ മറ്റന്നാളായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്